ഹായ്. ഒരു ദിവസം എൻ്റെ അമ്മ ചെടിച്ചട്ടിയിൽ മണ്ണ് കുത്തി ഇളക്കിയപ്പോൾ കുറച്ച് മുട്ടകൾ കിട്ടി. എന്തിൻ്റെ മുട്ടയാണെന്നറിയണ്ടേ? അത് നമുക്ക് പിന്നാലെ കാണാം. ഇതാണ് ഈ മുട്ടകൾ, കണ്ടല്ലോ. ഈ കുഞ്ഞു മുട്ടകൾ മണ്ണിൻ്റെ അകത്തിരുന്നതാണ്. ഇത് എന്ത് മുട്ടയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇത് കണ്ടോ, ഇത് റബ്ബർ പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ഞെക്കി നോക്കിയാലോ? ഇത് ഞെക്കിയപ്പോൾ റബ്ബർ പൊന്ത് പോലെ ഇരിക്കുന്നത് കണ്ടോ? എല്ലാരും കണ്ടല്ലോ. ഇനി മണ്ടിയായ അമ്മ എന്ത് ചെയ്തെന്ന് നോക്കാം. ഒരു ബോക്സ് എടുത്ത് അതിൽ കുറച്ച് മണ്ണിട്ടു. എന്നിട്ട് മുട്ടകൾ ഓരോന്നായി എടുത്ത് മണ്ണിന് പുറത്ത് വെച്ചു. എന്നിട്ട് വീണ്ടും ആ മുട്ടകളുടെ പുറത്ത് മണ്ണ് വാരി ഇട്ടു. എന്തിനെന്നോ മണ്ണിട്ട് മൂടിയത്? ഈ മുട്ട മണ്ണിനടിയിലിരുന്നാണ് വിരിയുന്നത്. അത് കാരണം മണ്ടിയായ അമ്മ വിചാരിച്ചു, ഏതാനും ദിവസം കഴിയുമ്പോൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞു പുറത്ത് വരുമെന്ന്. ജീവിയെ നമുക്കൊന്ന് കണ്ടാലോ? ഇതാണ് നമ്മുടെ സൂപ്പർ താരമായ അരണക്കുട്ടൻ. ഈ ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ മുട്ടയാണ് മണ്ണിനടിയിൽ ഇരുന്നത്. അമ്മയ്ക്കറിയാം, ഇതിൻ്റെ മുട്ടകൾ മണ്ണിന് പുറത്ത് വന്നാൽ ചുക്കിച്ചുളിഞ്ഞ് പോകും. അതുകൊണ്ടാണ് മണ്ണിട്ട് മൂടിയത്. എന്നാൽ നനവ് വേണമെന്നുള്ള കാര്യം മറന്നുപോയി. ചെടിച്ചട്ടിയിൽ ദിവസവും വെള്ളം ഒഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ മുട്ടകൾ വിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടാലോ? എങ്ങനെയുണ്ട്? നമുക്കതൊന്ന് വ്യക്തമായി കണ്ടാലോ? ഇത് കണ്ടോ? ആകെ ചുക്കിച്ചുളിഞ്ഞ് ആ മുട്ടകൾ വിരിയാത്ത അവസ്ഥയിലായിപ്പോയി. എന്താ കഷ്ടമല്ലേ? പാവമരണ. അമ്മയ്ക്ക് പറ്റിയ അമളിയേ.